അപ്പം നിങ്ങൾക്ക് ഹിംസിക്കാതെ ഈ ലോകത്ത് കഴിയാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു പരമാർത്ഥം. പക്ഷേ അത് പരമാവധി കുറയ്ക്കുക. അതായത് നിവൃത്തിയില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ മാത്രം മറ്റൊരു ജീവിയെ കൊല്ലാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ നമുക്ക് ശ്രമിക്കാം. അല്ലാതെ തൊട്ടതിനും വെച്ചതിനും എല്ലാം മറ്റ് ജീവികളെ ഓടി നടന്ന് അടിച്ച് കൊന്ന് അങ്ങനെയുള്ള ഒരു സ്വഭാവം നല്ലതല്ല. അപ്പോൾ ചന്ദനത്തിൻ്റെ സുഗന്ധം പോലെ സ്പന്ദനസ്യ ഫലം ഹൃദി. സ്പന്ദനം എന്ന് പറഞ്ഞാൽ ഇവിടെ കർമ്മം എന്നാണ് അർത്ഥം. ചലനം, സ്പന്ദനം, ചലനം, കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ ചലനത്തിൻ്റെ പര്യായപദമാണ്. കർമ്മത്തിന് നേരെ വിരുദ്ധമായത് ബ്രഹ്മമാണ്. അത് നിശ്ചലമാണ്, അനങ്ങുകയില്ല. സാന്ദ്രമായ ഘനീഭവിച്ച അസ്തിത്വത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ പേരാണ് ബ്രഹ്മം. അപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്യുമ്പോൾ തന്നെ ആ കർമ്മത്തിൻ്റെ ഫലം കർത്താവിന് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടു കൂടിയാണ് എല്ലാവരും കർമ്മം ചെയ്യുന്നത്. ആ കർത്തൃത്വത്തോടു കൂടി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുടെ ഉള്ളിൽ ആ കർമ്മത്തിൻ്റെ ഫലം ഒളിഞ്ഞു കിടക്കുന്നു. പക്ഷേ അത് നമ്മെ അണയുന്നത്, ആ ഫലം നമുക്ക് പ്രകടമായി കാണാൻ പറ്റുന്നത് ചിലപ്പോൾ കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ പല ജന്മങ്ങളുടെ ഒടുവിലായിരിക്കും. കർമ്മം ചെയ്തോ നിങ്ങൾക്ക് അതിൻ്റെ ഫലം തീർച്ചയായും കിട്ടും, കിട്ടാതിരിക്കാൻ നിവൃത്തിയില്ല. സർവസ്യൈവാസ്തി തന്നൂനം തദ്വതാ സമവാപ്യതേ. ഏത് മനുഷ്യരും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഞാൻ എന്നുള്ള ഭാവത്തോടു കൂടി ചെയ്യാൻ തുടങ്ങിയാൽ, കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചേ തീരൂ. ബുദ്ധി അത്ര കണ്ട് വികസിക്കാത്ത ബാലന്മാർ, അതായത് 4-5 വയസ്സ് വരെ ഈ അഹങ്കാരം ഉള്ളിൽ വലുതായിട്ടുണ്ടാവത്തില്ല. അതൊരു നിഴൽ പോലെയേ ഉണ്ടാവത്തുള്ളൂ. ആ 5 വയസ്സ് വരെ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്കും പാപകർമ്മങ്ങൾക്കും ഫലമില്ല എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. കാരണം അത് കുട്ടിയാണ്, അതിന് വിവേചനമില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഞാൻ ഒരു മുകുളം പോലെ, ഒരു മൊട്ട് പോലെ വികസിക്കാതെ ഇരിക്കുന്നു. അത് വളർന്ന് വികസിക്കുമ്പോഴാണ് ഈഗോ എന്നുള്ളത് വരുന്നത്. എപ്പോൾ നമ്മൾ ഒരു കുട്ടിയെ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളായാലും അയൽവക്കത്തെ കുട്ടികളായാലും, അതിനെ ശകാരിക്കുകയോ തല്ലുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ എപ്പോഴാണോ പ്രതികാര ബുദ്ധി ഉണ്ടാകുന്നത്, അവൻ്റെ ഉള്ളിലെ അഹങ്കാരം വികസിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും വഴക്ക് പറയും, നമ്മൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ പുറകിൽ നിന്നൊരു കല്ലെടുത്തെറിയും. അപ്പം അവൻ്റെ ഉള്ളിലെ അഹങ്കാരം വികസിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതികാര ചിന്ത, ഇവൻ എന്നെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ അടിച്ചു, എന്നെക്കുറിച്ചുള്ള കുറ്റങ്ങൾ എൻ്റെ അച്ഛനമ്മമാരോട് പറഞ്ഞു, ഇവനിട്ട് കൊടുക്കണം. അത് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് പുറയുന്ന എന്തെങ്കിലും കല്ലോ മണ്ണോ എന്തെങ്കിലുമൊക്കെ വാരി എറിയുക. കുറച്ചുകൂടെ പ്രായം വർദ്ധിച്ചാൽ, കുറച്ചുകൂടെ മുതിർന്നാൽ തലയിലൂടെ തോർത്തിട്ടിട്ട് നല്ല 4 പൂശങ്ങ് പൂശും. ആളറിയാതെ ഇരുട്ടടി എന്ന് പറയും മലയാളത്തിൽ. ഇരുട്ടടി, അത് ഇരുട്ടിലടിക്കുന്ന അടി മാത്രമല്ല, ആളാരെന്നറിയാതെ മുഖത്തൂടെ ഏതെങ്കിലും തോർത്തോ തുണിയോ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് നല്ല പൂശങ്ങ് പൂശും. അയാൾ ആ വസ്ത്രം മാറ്റിയിട്ട് ആരാണ് അടിച്ചത് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ആശാൻ ഓടി അപ്രത്യക്ഷനായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ അഹങ്കാരം വർദ്ധിച്ചോ എന്നുള്ളത്. ഒരു കുട്ടിയെ നമ്മൾ നല്ലപോലെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു അടി കൊടുത്തു, അല്ലെങ്കിൽ ശാസിച്ച് അടുത്ത സെക്കൻഡിൽ ഒരു മുട്ടായി അതിൻ്റെ കയ്യിൽ കൊടുത്താൽ അത് ആ അടിയും ശകാരവും ഒക്കെ മറന്ന് നിഷ്കളങ്കമായി ആ മുട്ടായി വാങ്ങിച്ച് തിന്നാൽ അത് മാത്രമാണ് കുട്ടി. അവൻ്റെ കുട്ടിത്തം മാറിയിട്ടില്ല. അവൻ അല്പം പ്രായമായാൽ അവനെ ഒരു തല്ലിയിട്ട് ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് വേണ്ട, അങ്ങനെ പ്രതികരിക്കുന്നെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ അഹങ്കാരം
വികസിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതികാര ചിന്ത. എന്നെ ഇവൻ തല്ലിയിട്ട് ഒരു ചോക്ലേറ്റ് തരുന്നു, ഞാൻ വാങ്ങിക്കൂല ഈ ചോക്ലേറ്റ്. പക്ഷേ നിഷ്കളങ്കരായ കുട്ടികൾ അങ്ങനെ വിചാരിക്കത്തില്ല. അവരെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അവർ കരയുമ്പോൾ അച്ഛനോ അമ്മയോ ഒരു മുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങിച്ച് തിന്നിട്ട് കരച്ചിൽ നിർത്തുന്നവരാണ് ശരിയായ കുഞ്ഞുങ്ങൾ. അവരെ മാത്രമേ കുഞ്ഞുങ്ങളായി പരിഗണിക്കാവൂ. മറ്റേതൊക്കെ വിളഞ്ഞു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉള്ളിലുള്ള അഹങ്കാരം മൂത്ത് കഴിഞ്ഞു. അപ്പോൾ കർമ്മത്തിൻ്റെ ഉള്ളിൽ തന്നെ കർമ്മത്തിൻ്റെ ഫലം ഒളിഞ്ഞു കിടക്കുന്നു. ഏതുപോലെ ചന്ദന തടിയുടെ ഉള്ളിൽ അതിൻ്റെ സുഗന്ധം എങ്ങനെ മറഞ്ഞു കിടക്കുന്നുവോ, ഒളിഞ്ഞിരിക്കുന്നുവോ, അതുപോലെ സ്പന്ദനസ്യ വിഹിത നിഷിദ്ധ കർമ്മണാം ഫലം സ്വഹൃദ്യേവ സർവസ്യാപി ജന്തോരപൂർവാത്മനാ അസ്തി. സ്പന്ദനത്തിൻ്റെ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ ആ കർമ്മം നല്ലതോ ചീത്തയോ ആവാം. വിഹിത കർമ്മവുമാകാം, നിഷിദ്ധ കർമ്മവുമാകാം. വിഹിത കർമ്മം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ സമ്മതിച്ചിട്ടുള്ളത്, മനുഷ്യരോട് നിങ്ങൾ ഇത് ചെയ്യണം എന്ന് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് വിഹിത കർമ്മങ്ങൾ. ചെയ്യാൻ പാടില്ല എന്ന് വിലക്കിയിട്ടുള്ള കർമ്മങ്ങളാണ് നിഷിദ്ധ കർമ്മങ്ങൾ. ഈ രണ്ട് കർമ്മങ്ങൾക്കും ഫലമുണ്ട്. പുണ്യകർമ്മങ്ങൾക്കും പാപകർമ്മങ്ങൾക്കും ഫലമുണ്ട്. പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ് സുഖം, ശാന്തി, സമാധാനം, സന്തോഷം, സ്വസ്ഥത. പാപകർമ്മത്തിൻ്റെ ഫലമാണ് ദുഃഖം, അസ്വസ്ഥത, വേദന, രോഗം. ശരീരത്തിൽ വരുന്ന രോഗങ്ങളൊക്കെ ദുഷ്കർമ്മങ്ങളുടെ ഫലമാണ്. അല്ല, അത് രോഗാണുക്കൾ കൊണ്ടുണ്ടാകുന്നതല്ലേ ഈ രോഗങ്ങൾ? ശരിയാണ്. ഈ ലോകത്തിലുള്ള എത്ര ആൾക്കാരുണ്ട്, ഈ രോഗാണുക്കൾ എപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുമുണ്ട്. എല്ലാവർക്കും എന്തുകൊണ്ട് രോഗം വരുന്നില്ല? ഈ കോവിഡ് ലോകത്തെ മുഴുവൻ ഗ്രസിച്ചപ്പോൾ കോവിഡ് വരാത്ത എത്രയോ വ്യക്തികളുണ്ടായിരുന്നല്ലോ. ഈ കോവിഡ് രോഗികളെ പരിചരിച്ചു കൊണ്ടിരുന്ന, അവരുമായി അടുത്തിടപഴകിക്കൊണ്ടിരുന്ന പല നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഇന്നേ വരെ കോവിഡ് വന്നിട്ടില്ല. എന്തുകൊണ്ട്? അതിനുള്ള പ്രാരബ്ധം അവർക്കില്ല. എന്ന് പറഞ്ഞാൽ അവർ ദുഷ്കർമ്മം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കോവിഡ് രോഗം ബാധിച്ചവരൊക്കെ പാപം ചെയ്തിട്ടുള്ളവരാണോ? ഒരു സംശയമില്ല. അസുഖം, അസ്വസ്ഥത, രോഗം, വേദന ഇവയൊക്കെ പാപകർമ്മത്തിൻ്റെ ഫലങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യ, നീ പാപം ചെയ്യരുത്. ഈ പാപം എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിലാവാം? 3 തരത്തിലാവാം പാപങ്ങൾ. മാനസം, വാചികം, കാർമ്മികം. മനസാ വാചാ കർമ്മണ. മനസ്സുകൊണ്ട് പാപം ചെയ്യാം. മറ്റൊരാൾക്ക് ദ്രോഹം വിചാരിക്കുക, അവൻ നശിച്ചു പോട്ടെ എന്ന് പ്രാവുക, ഇതൊക്കെ മാനസികമായ പാപകർമ്മങ്ങളാണ്. നമ്മൾ വിചാരിക്കുക അതൊക്കെ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളല്ലേ, അതിനൊന്നും വലിയ ഫലമൊന്നും ഉണ്ടാകത്തില്ല. തെറ്റാണ്. അകത്തിരുന്ന് ഒരാളെ നോക്കുന്നുണ്ട്, ഹൃദയത്തിലിരിക്കുന്ന ജഗതീശ്വരൻ. എടാ, നീ മാനസികമായി പാപം ചെയ്തല്ലേ, അതിൻ്റെ ഫലം ആ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തീർച്ചയായും തരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി വാക്കുകൊണ്ട് പാപം ചെയ്യാം. മറ്റൊരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കുക, ശകാരിക്കുക, തെറി പറയുക. അങ്ങനെ വാക്കുകൊണ്ട് മറ്റൊരാളുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തുക, അതൊക്കെ വാചികമായ പാപകർമ്മങ്ങളാണ്. ഇനി ശരീരം കൊണ്ട് പാപകർമ്മം ചെയ്യാം. ഒരാൾക്ക് ശാരീരികമായ വേദന ഉണ്ടാക്കുക, അയാളെ അടിക്കുക, ഇടിക്കുക, തൊഴിക്കുക, കുത്തുക, വെട്ടുക, ഇതെല്ലാം ശാരീരികമായ പാപകർമ്മങ്ങളാണ്. ആസിഡ് ഒഴിക്കുക. ഇപ്പോഴെങ്ങനെയാണ് ഒരാൾക്ക് അയാൾ സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല, ആ പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് കോരി ഒഴിക്കുകയാണ്. അതായത് എനിക്ക് കിട്ടാത്തത് ആരും കൊണ്ടുപോണ്ട. നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലല്ലേ, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, നീ എന്നെ അവഗണിച്ചു. അപ്പോൾ നിന്റെ ഈ അഴക് കണ്ട് മറ്റുള്ളവരാരും മോഹിക്കണ്ട, ഞാൻ നിന്റെ രൂപത്തെ വികൃതമാക്കാം എന്നുള്ള ദുഷ്ചിന്തയോട് കൂടിയാണ് ആസിഡും മറ്റും സ്ത്രീകളുടെ മുഖത്ത് കോരി ഒഴിക്കുന്നത്. ഇതെന്തിനിത്? ഒക്കെ പാപകർമ്മമാണ്. ഇതിൻ്റെയൊക്കെ ഫലം ആ വ്യക്തികൾ അനുഭവിച്ചേ പറ്റൂ.
അവരെ നിയമം ശിക്ഷിച്ചില്ലെങ്കിലും ഉള്ളിരിക്കുന്ന ജഗദീശ്വരൻ, നിഷ്പക്ഷനായ ആ ന്യായാധിപൻ, ആ നീതിപീഠത്തെ പറ്റിക്കാൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ ഓരോ ചെയ്തികളെയും സർവേശ്വരൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ആരും കാണാതെ ഞാൻ എത്ര പാപം ചെയ്തിട്ടുണ്ടെന്നറിയാമോ? ആരും കാണാതെ നിങ്ങൾക്ക് അനങ്ങാൻ പോലും സാധ്യമല്ല. ആരും എന്ന് പറഞ്ഞാൽ പുറമേയുള്ള വ്യക്തികളല്ല, ജഗദീശ്വരൻ്റെ കണ്ണ് വെട്ടിച്ച് ഇവിടെ ആർക്കും പുണ്യമോ പാപമോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. വിഹിത നിഷിദ്ധ കർമ്മണാം ഫലം. വിഹിതങ്ങളും എന്ന് പറഞ്ഞാൽ വിധിക്കപ്പെട്ട കർമ്മങ്ങളും നിഷിദ്ധ കർമ്മങ്ങളും, ഈ രണ്ട് കർമ്മങ്ങളുടെയും ഫലം സ്വഹൃദ്യേവ, അവനവൻ്റെ ഹൃദയത്തിൽ തന്നെ ആ കർമ്മം ചെയ്യുമ്പോൾ തന്നെ അകത്ത് വന്നു കഴിഞ്ഞു. അതായത് സുഖമോ ദുഃഖമോ. പക്ഷേ അത് പ്രകടമാകുന്നത് കൊല്ലങ്ങൾക്ക് ശേഷമാവാം, അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിലാകാം. അപൂർവാത്മനാസ്തി. ഈ കർമ്മഫലത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. അത് ജഗദീശ്വരൻ്റെ നിയമമാണ്, ഈശ്വരൻ്റെ നിയമമാണ്. കർമ്മഫലം ഓരോ വ്യക്തിയും അനുഭവിക്കണമെന്നുള്ളത്. നിങ്ങളൊരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചേ തീരൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സുഖമായി ജീവിക്കാം, സ്വസ്ഥമായി ജീവിക്കാം. വേദനകൾ, ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല. തച്ച കാലേനാവിർഭൂതം സമവാപ്യത. പല കർമ്മങ്ങളുടെയും ഫലം കാലക്രമത്തിലാണ് അതാത് വ്യക്തികൾക്ക് ലഭിക്കുന്നത്. കർമ്മം ചെയ്ത് തീരുമ്പോൾ തന്നെ ഉടനെ തന്നെ ഫലം കിട്ടണം എന്ന് ശഠിക്കരുത്. ഒരു മാങ്ങയണ്ടി മണ്ണിൽ കുഴിച്ചിട്ടാൽ അടുത്ത ദിവസം അതൊരു വലിയ മാവായി അതിൽ മാങ്ങ കായ്ക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പില്ല. കർമ്മങ്ങൾ പാകപ്പെടാൻ സമയമാവും. അതാരാണ് ഈ കർമ്മങ്ങൾ പാകപ്പെടാനുള്ള സമയം തീരുമാനിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പേരാണ് ജഗദീശ്വരൻ. ഓരോ വ്യക്തിയും ചെയ്യുന്ന കർമ്മം അത് എപ്പോൾ പൂക്കണം, എപ്പോൾ കായ്ക്കണം, എപ്പോൾ പഴുക്കണം, എപ്പോഴാണ് ആ വ്യക്തിക്ക് ആ കർമ്മത്തിൻ്റെ ഫലം ലഭിക്കണം എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുന്നത് ജഗദീശ്വരനാണ്. അങ്ങനെ ഒരാളൊന്നുമില്ല. അങ്ങനെ പോവാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവാൻ പറഞ്ഞാൽ പോകുന്ന ആളല്ല. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അദ്ദേഹം സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോ കർമ്മങ്ങളെയും സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ അറിയാത്തത് നിങ്ങൾ മണ്ടന്മാരായതുകൊണ്ടാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ജഗദീശ്വരൻ തന്നെ പറഞ്ഞാലും ജനങ്ങളിത് മനസ്സിലാക്കുന്നില്ല. എടോ, ഈശ്വരൻ എന്ന് പറയുന്നത് അമ്പലത്തിൽ മാത്രമല്ല, ഈശ്വരൻ സർവവ്യാപിയാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുമുണ്ട്. നിങ്ങളുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയായി നിങ്ങളുടെ കർമ്മങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ചുകൊണ്ട് അതാത് കർമ്മത്തിനുള്ള ഫലം അതാത് സമയത്ത് നൽകുന്നവനായി അദ്ദേഹം ഹൃദയത്തിൽ വസിക്കുന്നു. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ല, നിങ്ങൾ അംഗീകരിക്കണ്ട. നിങ്ങളുടെ അംഗീകാരമോ പരിഗണനയോ ഇതിനാവശ്യമില്ല. കർമ്മ സിദ്ധാന്തം അത് ഈ ലോകത്ത് അനാദികാലമായി നടപ്പിലാക്കപ്പെടുന്ന ഒന്നാണ്, ആ കർമ്മ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ കാലം കൊണ്ടാണ്, കാലക്രമത്തിലാണ് സത്കർമ്മത്തിൻ്റെയും ദുഷ്കർമ്മത്തിൻ്റെയും ഫലം അയാൾക്ക് അനുഭവവേദ്യമാകുന്നത്. കാലക്രമത്തിൽ അയാൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നതായ അയാൾ മനസ്സിലാക്കാൻ കുറേ സമയം പിടിക്കും. പക്ഷേ ഫലം നേരത്തെ തന്നെ ഉള്ളിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. ആ കർമ്മം ചെയ്ത് തീരുമ്പോൾ തന്നെ അതിൻ്റെ ഫലം കിട്ടിക്കഴിഞ്ഞു. ഇത് ഏതുപോലെയാണ്? രോഗാണുക്കൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കിടക്കുന്നത് പോലെ. ഒരു രോഗാണു ഒരു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ രോഗം വരില്ല. ഇൻക്യുബേഷൻ പീരിയഡ് എന്ന് പറയും. അതായത് ആ രോഗാണു അകത്ത് കയറി അവൻ്റെ പ്രവർത്തനം തുടങ്ങി രോഗലക്ഷണങ്ങൾ പുറത്ത് പ്രകടമാകാൻ കുറേ ദിവസങ്ങൾ വേണ്ടി വന്നേക്കും. അപ്പോൾ രോഗാണു 2 ആഴ്ചയ്ക്ക് മുമ്പേ ഉള്ളിൽ കയറി പറ്റിയിട്ടുണ്ടാവും. പക്ഷേ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്
2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. ഇതുപോലെ കർമ്മങ്ങൾ, നമ്മൾ ഒരു കർമ്മം ചെയ്തു, അത് തീർന്നു, അപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഫലത്തിന് അധികാരികളായി കഴിഞ്ഞു, അർഹത നേടിക്കഴിഞ്ഞു. ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താലേ റിസൾട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. പരീക്ഷ എഴുതിയ ഉടനെ റിസൾട്ട് വരില്ല. പക്ഷേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ അയാൾ ജയിക്കുവോ തോൽക്കുവോ, അയാൾക്ക് എത്ര മാർക്ക് ലഭിക്കുക എന്നുള്ളതൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു വാല്യുവർ, മൂല്യനിർണ്ണയം നടത്തുന്ന ഒരു വ്യക്തി, അത് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞായിരിക്കും മൂല്യനിർണ്ണയം ചെയ്യുന്നത്. അയാൾ എഴുതിയതിനുള്ള മാർക്ക് അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതി കഴിയുമ്പോൾ തന്നെ അയാൾ ജയിച്ചോ തോറ്റോ എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു, ഇല്ലേ? പക്ഷേ അത് ആ വിദ്യാർത്ഥി തിരിച്ചറിയുന്നത് മാസങ്ങൾക്ക് ശേഷമായിരിക്കും. ഇതുപോലെ തന്നെയാണ് മത്സര പരീക്ഷകൾ എഴുതി ജോലി കാത്തിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി. നല്ലപോലെ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ, PSCയുടെയും മറ്റുമൊക്കെ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ, നല്ലപോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജോലി അപ്പം തന്നെ ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ അത് മൂല്യനിർണ്ണയം നടത്തി അയാളെ PSC ജോലിക്ക് വേണ്ടി ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവന്മാർക്ക് റെക്കമെൻഡ് ചെയ്യും. ആ ഓഫീസുകളിൽ നിന്നാണ് അയാൾക്ക് നിയമന ഉത്തരവ് ലഭിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കർമ്മം ചെയ്ത ഉടനെ എനിക്ക് ഫലം കിട്ടണം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടാൻ കുറച്ച് കാലതാമസമുണ്ട്. അത് എത്ര കാലം കഴിഞ്ഞ്, എപ്പോൾ, എങ്ങനെ, അതൊക്കെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് തീരുമാനിക്കുന്നത്. കർമ്മം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ജോലി തീർന്നു. അതിൻ്റെ ഫലം എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ ആ കർത്താവിന് ലഭിക്കണം എന്നുള്ളത് ജഗതീശ്വരൻ തീരുമാനിക്കുന്നു. അപ്പോൾ എല്ലാ കർമ്മങ്ങൾക്കും ഇതുപോലെ കുറേ കാലം അതിൻ്റെ ഫലം ലഭിക്കാനായി കാത്തിരിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട എന്നാണ്. അത്യുത്കടമായ പാപമോ പുണ്യമോ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പുണ്യം അല്ലെങ്കിൽ മഹാപാപം, കൊടും പാപം, അങ്ങനെ ഡിഗ്രി കൂടിയ കർമ്മങ്ങൾ, അത് പുണ്യമായാലും പാപമായാലും അതിൻ്റെ ഫലം 3 കൊല്ലത്തിനുള്ളിലോ 3 മാസത്തിനുള്ളിലോ 3 ആഴ്ചകൾക്കുള്ളിലോ 3 ദിവസങ്ങൾക്കുള്ളിലോ ലഭിച്ചിരിക്കും. ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങളുടെ പ്രഖ്യാപനം. 3 വർഷൈഹി 3 മാസൈഹി 3 പക്ഷൈഹി 3 ദിനൈഹി. 3 വർഷം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 3 പക്ഷം. ഒരു പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസമാണ്. അല്ലെങ്കിൽ 3 ദിവസം, 3 ദിവസത്തിനുള്ളിൽ. പക്ഷേ ആ നിങ്ങൾ ചെയ്ത കർമ്മം അത്ര കണ്ട് പുണ്യം നിറഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ അത്രയും വലിയ പാപകർമ്മമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫലം ഉടനടി ലഭിക്കും. അധികം കാത്തിരിക്കേണ്ടതില്ല, അടുത്ത ജന്മം വരെയൊന്നും കാത്തിരിക്കേണ്ടതില്ല. കൊടും പാപം ചെയ്തവൻ, പല കൊലകളും ചെയ്തിട്ടുള്ള വ്യക്തി, അവനൊക്കെ ചാവുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫലം അവനെ തേടിയെത്തും. ബാക്കിയുള്ളവർക്ക് അതൊരു പാഠമാവുകയും ചെയ്യും. ഇവിടെ പാപം ചെയ്തിട്ട് അങ്ങനെ ആരും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. മറ്റുള്ളവർ അയാളുടെ ജീവിത അവസാനത്തിൽ അയാൾ അനുഭവിക്കുന്ന നരകയാതന അത് കണ്ട് മനസ്സിലാക്കും. ഇവനത് കിട്ടേണ്ടതാണ്, കിട്ടേണ്ടത് കിട്ടിയാൽ കിട്ടന് ഉറക്കം വരുമെന്ന് പറഞ്ഞ പോലെ അത് ലഭിച്ചേ തീരൂ. പക്ഷേ പല കർമ്മങ്ങളുടെയും സാധാരണ നമ്മളങ്ങനെ കൊടും പാപമോ വലിയ പുണ്യമോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ചിലപ്പോൾ കാലതാമസം നേരിട്ട് എന്ന് വരാം. ഭാവി ജന്മങ്ങളിലായിരിക്കും ആ കർമ്മങ്ങളുടെ ഫലം ഒരു വ്യക്തി അനുഭവിക്കുക. എന്താ സംശയം? മനുഷ്യൻ്റെ മാത്രമല്ല, മൃഗങ്ങളുടെ, പക്ഷികളുടെ കഴുത്തറക്കുന്നത്, ആടുമാടുകളെ കൊല്ലുന്നത്, കാള, കോഴി, താറാവ് ഇവയുടെയൊക്കെ കഴുത്തറുത്ത് കൊല്ലുന്നത് കൊടും ക്രൂരതയാണ്. അതിൻ്റെയൊക്കെ ഫലം ആ ജന്മത്തിൽ തന്നെ ആ കർമ്മം ചെയ്യുന്ന വ്യക്തികൾക്ക് ലഭിക്കും, നിശ്ചയമാണ്. ഒരു ജീവിയുടെയും ജീവൻ അപഹരിക്കാനുള്ള അവകാശം മനുഷ്യർക്ക് ദൈവം തന്നിട്ടില്ല. നിങ്ങൾക്ക് ഒരു ജീവിയുടെ ജീവൻ അപഹരിക്കാം. എപ്പോഴാണെന്നോ നിങ്ങൾക്ക് ജീവൻ കൊടുക്കാനുള്ള കഴിവുണ്ടോ? മരിച്ചു കിടക്കുന്ന, ചത്തുകിടക്കുന്ന ഒരു ജീവിയെ നിങ്ങൾക്ക് ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ ജീവിയുടെ ജീവൻ അപഹരിക്കാനുള്ള
അവകാശവും നിങ്ങൾക്കുണ്ട്. മരിച്ച ജീവികളിൽ ഒന്നിനെ പോലും നമുക്ക് ജീവിപ്പിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജീവിയുടെയും ജീവൻ അപഹരിക്കാനുള്ള കഴിവുമില്ല, അതിനുള്ള അവകാശമില്ല. അല്ല, ഞാനത് ചെയ്താൽ ശിക്ഷ ഉറപ്പ്. ഇതൊക്കെ നമ്മളെ വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതല്ലേ? മനുഷ്യരെ സദാചാരം പഠിപ്പിക്കാൻ വേണ്ടി ചുമ്മാ എഴുതി വെച്ചതല്ലേ? ശാസ്ത്രങ്ങൾ തമാശ പറയാറില്ല, നല്ലതുപോലെ മനസ്സിലാക്കിക്കോളൂ. ബോബനും മോളിയും കോമിക്സ് പോലെയല്ല നമ്മുടെ ശാസ്ത്രങ്ങൾ. അതിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ 100% സത്യമാണ്. അതിനെ അവിശ്വസിക്കരുത്. ചുമ്മാതെ എഴുതി വെച്ചാണ് മനുഷ്യരെ സന്മാർഗത്തിൽ നയിക്കാൻ വേണ്ടി, നല്ല വഴിക്ക് നടത്താൻ വേണ്ടി എഴുതി വെച്ചതാണ്. അല്ല, പേടിപ്പിക്കാൻ പറഞ്ഞതുമല്ല, ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല. പാപം ചെയ്തവൻ ഭീകര ദൃശ്യങ്ങളെ തൻ്റെ ഉള്ളിൽ കണ്ട് ഭയപ്പെടേണ്ടതായി വരും. പുറമേ ആരും നമ്മളെ ഭയപ്പെടുത്തണ്ട, നമ്മുടെ മനസ്സ് തന്നെ നമ്മെ ഭയപ്പെടുത്താൻ ധാരാളം. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഭീതി ജനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഒരു കാരണവുമില്ലാതെ പൊന്തുന്നു. മരണഭയം എന്തുകൊണ്ടാണ് വരുന്നത്? രാത്രി ഉറങ്ങാൻ കിടന്നാൽ മുഴുവൻ ദുസ്വപ്നങ്ങൾ. യമധർമ്മൻ പോത്തിൻ്റെ പുറത്ത് കയറി വരുന്നത് പോലെയാണ്, തൻ്റെ കഴുത്തിലേക്ക് യമപാശം എറിയുന്നത് പോലെയാണ് ചിലരൊക്കെ എങ്കിലും സ്വപ്നം കാണുന്നത്. എന്തുകൊണ്ട്? ഇവിടെ ചെയ്ത പാപമാണ്. ആ പാപം ചെയ്ത ആ ദുഷ്ട മനസ്സ്, ആ മനസ്സിൽ ഈശ്വരൻ്റെ പ്രേരണ കൊണ്ട് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ പൊന്തി വരും. കാരണം അവനെ പുറത്ത് ആരെങ്കിലും പേടിപ്പിക്കണമെന്നൊന്നുമില്ല. ഇതുപോലെയുള്ള ഭയജനകമായ ഭയാനകങ്ങളായ ദൃശ്യങ്ങൾ കണ്ട് മനുഷ്യർ സ്വയം ഭയന്ന് ചാവും. കാരണം ഈ പാപകർമ്മം ചെയ്യുമ്പോൾ ശരീരമാണ് ആ കർമ്മം ചെയ്യുന്നതെങ്കിലും മനസ്സും കൂടെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പാപചിന്തയെ തുടർന്നാണ് പാപകർമ്മം. ആദ്യം ഇവനെ നശിപ്പിക്കണം, ഇവനെ കൊല്ലണം, ഇവൻ്റെ കുടുംബം കുളം തോണ്ടണം, ഇങ്ങനെയുള്ള ദുഷ്ചിന്തകളാണ് ആദ്യം. അതൊക്കെ മനുഷ്യ മനസ്സിലാണ് ഉദിക്കുന്നത്. അതിനെ തുടർന്നാണ് ആ പാപകർമ്മങ്ങൾ. അപ്പോൾ ശിക്ഷ മനസ്സിനല്ലേ ലഭിക്കേണ്ടത്? മനസ്സിനാണ് ലഭിക്കേണ്ടത്. പലപ്പോഴും മനസ്ഥലത്തിലാണ് ശിക്ഷ ലഭിക്കുന്നത്. പക്ഷേ ഈ മനസ്സ് തന്നെ സൃഷ്ടിച്ച ഒന്നാണ് ശരീരം. അപ്പോൾ ആ ശരീരത്തിൽ വേദനകളായും രോഗങ്ങളായും ഒക്കെ ദുഷ്കർമ്മങ്ങളുടെ ഫലം പ്രകടമാകും. ഇത് തികച്ചും ശാസ്ത്രീയമായ ഒരു സിദ്ധാന്തമല്ലേ? ഇതിനെ എങ്ങനെയാണ് നമ്മൾ അല്ല എന്ന് നിഷേധിക്കുക? ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് തടി തപ്പിയിട്ട് കാര്യമില്ല. തീ ശരീരത്തെ പൊള്ളിക്കും. ഹേയ്, ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നില്ല. തീയിൽ വിരലുകൊണ്ട് വെച്ച് നോക്കൂ, പൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണാം. എൻ്റെ വിശ്വാസത്തിനനുസരിച്ചാണോ തീയിൽ വിരലുകൊണ്ട് വെക്കുമ്പോൾ പൊള്ളുകയോ പൊള്ളാതിരിക്കുകയോ ചെയ്യുന്നത്? ഞാൻ വിശ്വസിക്കാതിരുന്നത് കൊണ്ട്, തീ പൊള്ളിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ വിരൽ കൊണ്ട് വെച്ചാൽ എൻ്റെ കൈ പൊള്ളാതിരിക്കുമോ? അത് നമ്മുടെ വിശ്വാസത്തെ ആശ്രയിച്ച ഒന്നല്ല, അത് തീയുടെ സ്വഭാവമാണ്. ഇതുപോലെ കർമ്മങ്ങളുടെ സ്വഭാവമാണ് സുഖമോ ദുഃഖമോ ജനിപ്പിക്കുക എന്നുള്ളത്. സത്കർമ്മങ്ങളാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് സുഖമായിരിക്കും, ശാന്തിയായിരിക്കും, സ്വസ്ഥതയായിരിക്കും. ദുഷ്കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ദുഃഖവും ദുരിതവും രോഗവും ഒക്കെ ആയിരിക്കും നിങ്ങൾ അനുഭവിക്കേണ്ടി വരിക. ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിൽ. ഇതൊക്കെ വെറും സിദ്ധാന്തങ്ങളാണ്. ഇതൊന്നും ഇവിടെ നടപ്പിലാക്കാൻ ആരുമില്ലെന്ന്. ഇത് നടപ്പിലാക്കാനാണ് ദൈവത്തിൻ്റെ പ്രധാന ജോലി. പാപികൾക്ക് ആ പാപകർമ്മത്തിൻ്റെ ഫലം നൽകുന്നതും പുണ്യവാന്മാർക്ക് പുണ്യകർമ്മത്തിൻ്റെ ഫലം നൽകുന്നതും. ഇതല്ലാതെ അദ്ദേഹത്തിന് വേറെ പണിയില്ല. അദ്ദേഹം പാടത്ത് പണി ചെയ്യാനോ തെങ്ങിന് തടവെടുക്കാനോ പോകുന്ന ആളല്ല. ഓരോ ജീവന്മാരുടെയും ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ജീവന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയായി അദ്ദേഹം വർത്തിക്കുന്നു. അദ്ദേഹം പാപകർമ്മം ചെയ്യുന്നയാളുടെ കൈക്ക് കടന്നു പിടിക്കാറില്ല. നീ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ പണിയുമല്ല. അദ്ദേഹം നമുക്ക് വിവേകം തന്നിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച്
നന്മ ഏത് തിന്മ ഏത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി പാപകർമ്മങ്ങളെ ഒഴിവാക്കി പുണ്യകർമ്മങ്ങളിൽ മാത്രം മനുഷ്യർ ശ്രദ്ധയുള്ളവരായിരിക്കണം. ആ ബുദ്ധിയെ വേണ്ടവണ്ണം വിനിയോഗിക്കാതെ പാപകർമ്മം ചെയ്താൽ യു വിൽ ബി പനിഷ്ഡ്. നിങ്ങൾക്കതിൻ്റെ ശിക്ഷ തീർച്ചയായും ലഭിക്കും. ഉള്ള പാപകർമ്മം മുഴുവൻ ചെയ്തിട്ട് ഭണ്ഡാരപ്പെട്ടിയിൽ 100-ന്റെ ഒരു 4-5 നോട്ട് കൊണ്ട് ഇട്ടത് കൊണ്ട് അദ്ദേഹം നിങ്ങൾക്ക് സൗജന്യമൊന്നും ചെയ്തു തരികയില്ല. കൈക്കൂലി കൊടുത്ത് വശത്താക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ ഈശ്വര തത്വം. ചിലരങ്ങനെയുണ്ട്, പാപകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് കൈക്കൂലി ധാരാളം വാങ്ങിച്ചിട്ട് അവസാനം ഇതൊക്കെ ചെയ്തു പോയി, ദൈവം എന്തെങ്കിലും എനിക്ക് ശിക്ഷ തരുമോ എന്ന് വിചാരിച്ച് ഒരു 10,000 രൂപ ഭണ്ഡാരപ്പെട്ടിയിൽ, അത് ശബരിമല ശാസ്താവിൻ്റെ ഭണ്ഡാരപ്പെട്ടിയിലായാലും ഗുരുവായൂരിലെ ഭണ്ഡാരപ്പെട്ടിയിലായാലും അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൻ്റെ അനന്തപത്മനാഭസ്വാമിയുടെ ഭണ്ഡാരപ്പെട്ടിയിലായാലും എവിടെയെങ്കിലും കുറേ പൈസയോ സ്വർണ്ണാഭരണങ്ങളോ കൊണ്ട് നിക്ഷേപിച്ച് താൻ ചെയ്ത പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷ നേടാം എന്ന് കരുതിയാൽ മരമണ്ടന്മാരാണവർ. ഒന്നുകൊടുത്തും ഈശ്വരനെ വശത്താക്കാൻ പറ്റില്ല. ഈശ്വരനെ വശത്താക്കാൻ ഒരൊറ്റ ഉപായമേ ഉള്ളൂ, ഭക്തി. അപ്പോൾ ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഈശ്വരനോട് ഭക്തി കാണിച്ചാൽ, ഭക്തനായി മാറിയാൽ അദ്ദേഹത്തിൻ്റെ മനസ്സലിയുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുഷ്കർമ്മം ചെയ്തവന് ഭക്തി ഉണ്ടാവില്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പാപിയുടെ ഉള്ളിൽ ഭക്തി എന്ന വികാരം ഉദിക്കുകയില്ല. പിന്നെ എങ്ങനെ ഭക്തനായി മാറി അയാൾ ദൈവത്തെ കയ്യിലെടുക്കും? അതുകൊണ്ട് ഇങ്ങനെയുള്ള തക്കിട തരികിട പരിപാടികളൊന്നും ദൈവത്തോട് വിലപ്പോവില്ല. പാപം ചെയ്യാതിരിക്കുക, അതാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അവന് വിവേകം കലർന്ന ഒരു ബുദ്ധിയുണ്ട്. പിന്നെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളും ഒക്കെ കൊണ്ട് സ്വാർത്ഥത മാത്രം ലക്ഷ്യമാക്കി മനുഷ്യർ പാപം ചെയ്യുന്നതിന് ദൈവം ഒരു കാരണവശാലും ഉത്തരവാദിയല്ല. അതിൻ്റെ ഉത്തരവാദിത്തം ജീവന്മാർക്ക് മാത്രമാണ്. ദുര്യോധനൻ സംസാരിച്ചതുപോലെ സംസാരിക്കരുത്. എല്ലാ ജീവന്മാരുടെ ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളുന്നു. അതുപോലെ ദുര്യോധനൻ്റെ വാക്കാണ്, എൻ്റെ ഉള്ളിലും ആ ഭഗവാനുണ്ട്. ഈ ഭഗവാനാണ് എന്നെ ദുഷ്കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എങ്ങനെയുണ്ട് ലോജിക്ക്? ദൈവം സത്കർമ്മത്തിനോ ദുഷ്കർമ്മത്തിനോ പ്രേരണ നൽകാറില്ല. പക്ഷേ ജീവന്മാർ ചെയ്യുന്ന സത്കർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും അനുയോജ്യമായ ഫലം അദ്ദേഹം തരും. അതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഉള്ളിൽ കർമ്മഫലം ഒളിഞ്ഞു കിടക്കുന്നു എന്ന് വ്യക്തമായും മനസ്സിലാക്കേണ്ടതാണ്. അതെ, ഈ കർമ്മഗതി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരാൾ ഒരു പാപകർമ്മമോ പുണ്യകർമ്മമോ ചെയ്യുന്നു, ഇതിന് എങ്ങനെയുള്ള ഫലമായിരിക്കും ഈശ്വരൻ തരുന്നത്? അത് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. ഋഷീശ്വരന്മാർക്ക് പോലും കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി ഇന്ന പാപകർമ്മം ചെയ്താൽ ഇന്ന ഫലം, ഇന്ന പുണ്യകർമ്മം ചെയ്താൽ ഇന്ന ഫലം, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. കുറേ കർമ്മങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ചില കർമ്മങ്ങളുടെ ഫലം അത് ഇന്ന രൂപത്തിലായിരിക്കും ആ കർത്താവിനെ വന്നണയുന്നത്. പാപകർമ്മങ്ങളുടെ ഫലം ഇന്ന രൂപത്തിലായിരിക്കും. ബ്ലേഡ് കമ്പനി നടത്തുന്നവൻ, അതായത് കൊള്ളപ്പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നവൻ, അവന് കുഴിനഖം ഉണ്ടാവുന്നു. കുഴിനഖം എന്നുള്ള രോഗം. അയ്യോ, അപ്പോൾ എനിക്ക് കുഴിനഖമുണ്ട്, അപ്പോൾ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതെങ്കിലും ബ്ലേഡ് കമ്പനി ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ കുഴിനഖം എന്നുള്ള രോഗം ഈ ബ്ലേഡ് കമ്പനി പോലെ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് മാത്രമേ ഉണ്ടാവുന്നില്ല. മറ്റ് ചില പാപകർമ്മങ്ങൾ കൊണ്ടും ഈ കുഴിനഖം ഉണ്ടാവാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് കൃത്യമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം, അതൊന്നും പറയാൻ പറ്റില്ല. അത് ഈശ്വരനധീനമാണ്. ആ ഈശ്വരനെ വേണ്ടവണ്ണം സാക്ഷാത്കരിച്ച ഋഷീശ്വരന്മാർ ചില കർമ്മങ്ങൾക്ക് ഇന്നിന്ന ഫലം
എന്ന് അവർ കണ്ടെത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ കർമ്മങ്ങളുടെയും ഫലം കൃത്യമായി പ്രവചിക്കാൻ മഹർഷീശ്വരന്മാർക്ക് പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ ഗഹനാ കർമ്മണോ ഗതി, കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇന്ന് രാവിലെ കണ്ട ന്യൂസാണ്. ഡൽഹിയിൽ 3 പേര് ചേർന്ന് 10 വയസ്സായ ഒരു ബാലികയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. എന്താണിത്? ഇവനൊക്കെ മനുഷ്യനാണോ? മൃഗങ്ങൾ പോലും, മൃഗം എന്നൊക്കെ പറയുന്നത്, മൃഗങ്ങൾ കണ്ടാൽ നമ്മളെ തല്ലിക്കൊല്ലും. ഇത് വല്ലതും മൃഗങ്ങൾ കേട്ടാൽ ഞങ്ങൾ ഇത്രയും തരം താണിട്ടില്ല എന്ന് മൃഗങ്ങൾ പറയും. മൃഗീയം എന്നൊക്കെ നമ്മൾ പറയുന്നത് തെറ്റാണ്, ബ്രൂട്ടൽ, മൃഗീയം. മൃഗങ്ങൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ഇക്കാലത്ത് ചെയ്യുന്നത്. എന്താണ്? അവൻ്റെയൊക്കെ അന്ത്യം അടുത്തു എന്നുള്ളതാണ്. അവൻ മൃഗമായി അല്ലെങ്കിൽ പുഴുവോ പട്ടിയോ പൂച്ചയോ ഒക്കെ ആയി ജനിക്കാനുള്ള സമയം അടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാപകർമ്മങ്ങൾ അവന് ചെയ്യാൻ തോന്നുന്നത്. അവൻ പേപ്പട്ടിയായി റോട്ടിൽ കൂടെ ഓടി നടന്ന് ആൾക്കാരുടെ കല്ലേറും അടിയും കൊണ്ട് ചാവും. അതിദയനീയമായ ഒരു അന്ത്യമായിരിക്കും അയാൾക്ക് ആ അടുത്ത ജന്മത്തിൽ ലഭിക്കുക. ഈ പാപകർമ്മം ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈശ്വരനാണ് എന്ന് പറയുന്നതിൽ ഒരു സത്യമുണ്ട്. പക്ഷേ ഈശ്വരൻ ആരെയും സത്കർമ്മങ്ങളിലേക്കോ ദുഷ്കർമ്മങ്ങളിലേക്കോ പ്രേരിപ്പിക്കാറില്ല. പിന്നെ ഈ ഈശ്വരൻ പ്രേരിപ്പിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും ഉണ്ട് എന്ന് പറയുന്നതിന് എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, ഒരാൾ പല പാപകർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ആ പാപകർമ്മങ്ങൾ ചെയ്തത് ഈശ്വരൻ പറഞ്ഞിട്ടല്ല, അയാളുടെ ആഗ്രഹവും ആർത്തിയും ദുരയും ഒക്കെ കൊണ്ടാണ് അയാൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ പാപകർമ്മത്തിനുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കണം. അതെങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നീചജന്മങ്ങളിൽ ആ വ്യക്തി പട്ടിയോ പൂച്ചയോ പക്ഷിയോ ഒക്കെ ആയിട്ട് ജനിക്കും. ഇനി അങ്ങനെ തന്നെ വേണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഗഹനാ കർമ്മണോ ഗതി. ഇവനുള്ള ശിക്ഷ മനുഷ്യൻ തന്നെ ഇവന് കൊടുക്കും. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? ഇയാൾ ചെയ്ത പാപകർമ്മങ്ങൾ കാരണമായി ആ പാപവാസന ഇയാളുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഉള്ളിലിരിക്കുന്ന ജഗതീശ്വരൻ ആ പാപവാസനയെ ഒന്ന് തട്ടി ഉണർത്തും. അപ്പോഴാണ് ഇതുപോലെയുള്ള ദുഷ്കർമ്മങ്ങൾ ലോകത്തിൽ മനുഷ്യർ ചെയ്യുന്നത്. അതിനുള്ള ശിക്ഷ നിയമമോ അല്ലെങ്കിൽ പോലീസുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ നടപ്പിലാക്കിക്കൊള്ളും. ജനക്കൂട്ടം എല്ലാവരും ചേർന്ന് ഒരു വ്യക്തിയെ തല്ലിക്കൊന്നു. നമ്മുടെ ഇവിടെയാണ് അങ്ങനെയുള്ളത് ഇല്ലാത്തത്. UP-യിലും രാജസ്ഥാനിലും ബീഹാറിലുമൊക്കെ അവിടെയുള്ള ആളുകൾ ഇതുപോലെ എന്തെങ്കിലും ഒരു അരുതാത്ത കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ തന്നെ ശിക്ഷ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. എറിഞ്ഞു കൊല്ലുക, തല്ലിക്കൊല്ലുക. പല ആളുകൾ സംഘം ചേർന്ന് ഒരാളെ അടിച്ച് അവശനാക്കി കൊല്ലുക. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ അതാണ് അവൻ്റെ കർമ്മഫലം. ഇങ്ങനെ ഒരു ദുഷ്കർമ്മം ചെയ്യാതെ അവന് ഇങ്ങനെ ഒരു അന്ത്യം ഉണ്ടാവത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു ദുഷ്കർമ്മം ചെയ്യാൻ എന്താണ് പ്രേരണ? അതാരാണ് പ്രേരിപ്പിച്ചത്? തീർച്ചയായും അതിൽ ഈശ്വരൻ്റെ ഒരു കൈയുണ്ട്. പക്ഷേ ഈശ്വരൻ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് എന്താണ് മറുപടി? വാസന. അവൻ്റെ ഉള്ളിലുള്ള പാപവാസനയാണ്. ആ പാപവാസന ഉള്ളത് കൊണ്ട് അവൻ്റെ ബുദ്ധിയെ തെറ്റായ വഴിയിലേക്ക് ഈശ്വരൻ തിരിച്ചുവിടുന്നു. അത് ഈശ്വരൻ സ്വയം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. ഈശ്വരനെ ഏതെങ്കിലും വ്യക്തിയെ നന്നാക്കണമെന്നോ ചീത്തയാക്കണമെന്നോ അദ്ദേഹത്തിന് അശേഷം താല്പര്യമില്ല. പിന്നെ പക്ഷേ ഈ ബുദ്ധിയെ ഈ സത്കർമ്മങ്ങളിലേക്കും ദുഷ്കർമ്മങ്ങളിലേക്കും തിരിച്ചു വിടുന്നത് ഈശ്വരനാണ് എന്നുള്ളതിൽ ഒരു വാസ്തവമുണ്ട്. കാരണം ബുദ്ധി ജഡമാണ്. എന്തുകൊണ്ടാണ് ഈ ഈശ്വരൻ തിരിച്ചു വിടുന്നു എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, ബുദ്ധി ജഡമാണ്. ബുദ്ധി സ്വയം നല്ലതിലേക്കോ തിന്മയിലേക്കോ അത് സ്വയം തിരിയുകയില്ല. അപ്പോൾ ആ ബുദ്ധിയെ ദിശ തിരിച്ചു വിടാൻ ചേതനനായ ഒരു ഈശ്വരൻ ഉള്ളിൽ ഉണ്ടായാലേ പറ്റൂ. ഇപ്പം ആ ഈശ്വരൻ ചിലരെ സത്കർമ്മങ്ങളിലേക്കും
ചിലരെ ദുഷ്കർമ്മങ്ങളിലേക്കും എന്തുകൊണ്ട് പ്രേരിപ്പിക്കുന്നു? അത് അതാത് ജീവൻ്റെ ഉള്ളിലുള്ള വാസനകൾ കാരണമായിട്ടാണ്. നിഷ്പക്ഷമായി തൻ്റെ കൃത്യനിർവഹണം നടത്തുന്ന ഒരു ന്യായാധിപൻ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കുറ്റവാളി കോടതിയിൽ അയാളെ ഹാജരാക്കുമ്പോൾ അയാൾ ജഡ്ജി നിഷ്പക്ഷനായിരിക്കണം, അയാൾ യാതൊരു തരത്തിലുള്ള പക്ഷപാതവും കാണിക്കരുത് എന്നാണ് നിയമം അനുശാസിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാത്ത ഒരു ജഡ്ജി അയാൾക്കുള്ള ശിക്ഷ വിധിക്കുന്നു. ശിക്ഷ വിധിക്കുക എന്നുള്ളത് ഒരു കർമ്മമല്ലേ? അല്ല എന്ന് പറയുമോ സാറ്? ശിക്ഷ വിധിക്കുക എന്നുള്ളത് കർമ്മമാണ്. അത് ന്യായാധിപൻ ചെയ്യുന്ന ഒരു കർമ്മമാണ്. പക്ഷേ അദ്ദേഹം നിഷ്പക്ഷമായിട്ടാണ് ആ ശിക്ഷ വിധിക്കുന്നത്. ഇനി കുറ്റം ചെയ്യാത്ത ഒരു പ്രതിയെ വെറുതെ വിടുകയും ചെയ്യാറുണ്ട്. അപ്പം ആ കർമ്മങ്ങളിൽ ന്യായാധിപന് പങ്കുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്തത് കൊണ്ട് അദ്ദേഹം സാക്ഷിഭാവത്തിൽ ആ കർമ്മം ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സാക്ഷിഭാവത്തിൽ അദ്ദേഹത്തിന് ആരോടും ഒരു തരത്തിലുള്ള ഇഷ്ടവുമില്ല, ഇഷ്ടക്കേടുമില്ല. അത് ആ വ്യക്തി ചെയ്ത കുറ്റത്തിനനുസരിച്ച് അതിനാനുപാതികമായി അദ്ദേഹം ശിക്ഷ വിധിക്കുന്നു. ആ കാര്യത്തിൽ അദ്ദേഹം നിഷ്പക്ഷനാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ സാധാരണ കർമ്മം ചെയ്യാത്തവനെയാണ് സാക്ഷി എന്ന് പറയുന്നത്. ഈശ്വരൻ സാക്ഷിഭാവത്തിൽ ഇരുന്നു കൊണ്ട് ജീവന്മാരുടെ പുണ്യപാപകർമ്മങ്ങൾക്ക് ഫലം നൽകുന്നവനാണ്. സാക്ഷിയുമാണ് ജീവന്മാരുടെ ബുദ്ധിയെ അവരവരുടെ കർമ്മവാസനയ്ക്ക് അനുസരിച്ച് ദിശ തിരിച്ചു വിടുന്നതും ഈശ്വരൻ്റെ കർത്തവ്യത്തിൽ പെടും. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ഇവിടെ ജീവിക്കരുത്. ഇന്ന് പറഞ്ഞ് കർമ്മവും കർമ്മഫലവും അതിൽ തീർന്നുപോയി നമ്മുടെ സമയം. ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരും. കർമ്മം മായയാണെന്ന് വേദാന്തം പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒന്നില്ല എന്ന്, അത് ഇല്ലെന്ന് മനസ്സിലാക്കിയവനാണ്. ഇല്ല എന്ന് മനസ്സിലാക്കിയവനാണ് കർമ്മം മായയാവുന്നത്. അതായത് ഇന്ദ്രജാലത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിയവനറിയാം അതിൽ ഒരു ചുക്കുമില്ല എന്നുള്ളത്. അത് വെറും ട്രിക്കാണ്, അത് ജാലവിദ്യയാണെന്ന് ഇന്ദ്രജാലം മനസ്സിലാക്കിയ വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അതിൻ്റെ ആ രഹസ്യം മനസ്സിലാക്കാത്ത വ്യക്തി ഈ ഇന്ദ്രജാലത്തിൽ ഭ്രമിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മായയിൽ ഭ്രമിച്ച ഒരാൾക്ക് കർമ്മം മായയാണ് എന്ന് പറയാനുള്ള അവകാശമില്ല. ഈ പ്രപഞ്ചം മൊത്തത്തിൽ മായയാണ്. ഞാൻ എന്നുള്ള ജീവഭാവവും മായയാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, ഇതെല്ലാം മിഥ്യയാണ് എന്ന പരമസത്യം സാക്ഷാത്കരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ മായ ഇല്ല എന്ന് പറയാൻ പറ്റൂ. നമ്മളെയൊക്കെ സംബന്ധിച്ച് മായ ഈശ്വരനേക്കാളും സത്യമാണ്. ജഗതീശ്വരനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ മായയുടെ പ്രവർത്തനം നമ്മിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഉള്ളിലുള്ള മനസ്സാണ് മായ എന്ന് പറയുന്നത്. എന്തൊക്കെ കുരുത്തക്കേടുകളാണ് ഈ മനസ്സൊപ്പിക്കുന്നത്! ഇതെല്ലാം മായയുടെ ചെയ്തികളാണ്. ഈശ്വരൻ്റെ ശക്തിയാണ് മായ. ഈശ്വരനെ അറിയുന്നില്ല, പക്ഷെ മായയെ നമ്മൾ അറിയുന്നു. പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല കർമ്മങ്ങൾക്കും ഉത്തരവാദി ഈ മായാശക്തിയാണ്. അത് മനുഷ്യരുടെ ഉള്ളിൽ മനസ്സിൻ്റെ രൂപത്തിലാണ് കിടന്നു കളിക്കുന്നത്. നമുക്ക് ഒരു വിചാരമുണ്ട് മായ എന്ന് പറയുന്നത് പുറമേ ഉള്ള ഒന്നാണെന്ന്. അല്ല, ഈ പുറമേയുള്ള ലോകത്തെ അനുഭവിക്കുന്നത് ഉള്ളിലുള്ള മനസ്സല്ലേ? ആ മനസ്സ് തന്നെയാണ് മായ. അതിനെ അന്വേഷിച്ച് നിങ്ങൾ ഒരിടത്തും പോണ്ട. ചുമ്മാ ഒരിടത്ത് ഇരുന്നുകൊണ്ട് കണ്ണടച്ചാൽ മതി, ഉള്ളിൽ ഒരു ലോകം പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ആ ലോകത്തെ ഉണ്ടാക്കുന്നത് മനസ്സെന്ന മായാശക്തി തന്നെയാണ്. അപ്പം നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ഇനിയിപ്പോൾ അടുത്തത് വേറൊന്നും പറയാനുള്ള ഒരു മൂഡ് വരുന്നില്ല.
ഈ കർമ്മത്തിൽ തന്നെ കുടുങ്ങിപ്പോയി. കർമ്മത്തെക്കുറിച്ച് പറയുക എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള കർമ്മത്തിലുള്ള കുടുങ്ങലാണ്. നമ്മൾ മായയിൽ കുടുങ്ങിയത് കൊണ്ടാണ് ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നാളെ നമുക്ക് ബ്രഹ്മത്തിൽ മാത്രം വിശ്രമിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം.